ബ്രൂവറി വിഷയത്തിൽ നിയമസഭയിൽ വാദപ്രതിവാദങ്ങളുമായി ഭരണപക്ഷവും പ്രതിപക്ഷവും. നിയമസഭാ ചോദ്യോത്തരവേളയിലാണ് മന്ത്രി എം.പി. രാജേഷ് വിശദീകരണം നൽകിയത്. വിമർശനം ആവർത്തിച്ച് പ്രതിപക്ഷവും രംഗത്തെത്തി. എലപ്പുള്ളി ബ്രൂവറി പ്ലാന്റിന് അനുമതി നൽകിയ തീരുമാനത്തിൽ നിയമസഭയിൽ വിശദീകരണവുമായി മന്ത്രി എം.പി. രാജേഷ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സ്പിരിറ്റ് എത്തിക്കുന്നതിലൂടെ 100 കോടിയോളം രൂപ GST നഷ്ടം ഉണ്ടാകുന്നതായി മന്ത്രി ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ഈ മദ്യനിർമ്മാണത്തിനുള്ള സ്പിരിറ്റിന് GST ഇല്ല. അതേസമയം പെട്രോൾ ബ്ലെൻഡിങ്ങിനും വ്യവസായ ആവശ്യത്തിനുമുള്ള എഥനോളിന് 5% GST ഉണ്ട്. ചുരുങ്ങിയത് 100 കോടിയിലധികം രൂപ GST ഇനത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നിലവിൽ പോകുന്നുണ്ട്. പെട്രോൾ ബ്ലെൻഡിങ്ങിനായി വരും വർഷങ്ങളിൽ ആവശ്യമായ എഥനോളിന്റെ അളവ് കണക്കിലെടുക്കുമ്പോൾ ഈ GST നഷ്ടം വൻതോതിൽ വർദ്ധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. സ്പിരിറ്റ് ഇറക്കുമതി ചെയ്യുന്നതിലൂടെ പണം മുഴുവൻ മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണ് പോകുന്നത്. മഹാരാഷ്ട്രയിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് കേരളത്തിൽ എത്തുന്നതെന്നും എം.പി. രാജേഷ് വ്യക്തമാക്കി. മദ്യനിർമ്മാണശാല തുടങ്ങാനുള്ള അപേക്ഷ നൽകും മുമ്പ് വെള്ളം ആവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. മറ്റ് കമ്പനികൾ ഒന്നും അറിയാതെ ഓയാസിസ് കമ്പനി മാത്രം എങ്ങനെ സർക്കാരുമായി ചർച്ച നടത്തിയെന്നും വി.ഡി. സതീശൻ ചോദിച്ചു. സാർ, ഈ ഒരു അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവര് ഇവിടെ എലപ്പുള്ളിയിൽ ഈ പ്ലാന്റ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുടിവെള്ളം തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതായത് IOCയിൽ അവർക്ക് ടെൻഡർ വയ്ക്കുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റിയിൽ നിന്നും അവർ ലെറ്റർ വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്തതെന്നും, ഈ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒയാസിസ് കമ്പനിക്ക് വേണ്ടി സർക്കാർ ഈ ബ്രൂവറി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ വേറെ ഒരു കമ്പനിയും കേരളത്തിൽ അറിയാതെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. പ്ലാന്റ് വരുന്നത് മൂലം ജലപ്രശ്നം ഉണ്ടാവില്ലെന്നും മഴവെള്ള സംഭരണി നിർമ്മിക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. 10 ദശലക്ഷം ലിറ്ററാണ് കിൻഫ്രയ്ക്ക് കൊടുക്കുന്നത്. അതിൽ നിന്ന് പൂർണ്ണമായി 5 ലക്ഷം ലിറ്റർ ഈ പ്ലാന്റിന് ആവശ്യമായിട്ട് വരില്ല. പകരം മഴവെള്ള സംഭരണിയിലൂടെയും വെള്ളം സമാഹരിക്കുന്നുണ്ട്. സർ, അന്നൊരു ആശങ്ക സൃഷ്ടിക്കപ്പെട്ടത് മഴനിഴൽ പ്രദേശത്ത് മഴവെള്ള സംഭരണം സാധ്യമല്ല എന്നൊരു വാദം ബഹുമാനായിട്ടുള്ള മുൻ പ്രതിപക്ഷ നേതാവ് ഉയർത്തി. അദ്ദേഹം ചിരിക്കുന്നുണ്ട്. അതോർത്തായിരിക്കും ഇപ്പൊ ചിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു ആക്ഷേപം അദ്ദേഹം ഉയർത്തി. ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു മഴവെള്ള സംഭരണം എങ്ങനെയാണ് അവിടെ സാധ്യമാവുക എന്ന് കാണാൻ. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ വ്യക്തമാക്കുന്നതിനായി പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചതായും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.